ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ഒരു ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബയോ വീഡിയോയിലേക്ക്. മാവ് നമ്മൾ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യമേ മാവ് തയ്യാറാക്കണം. മാവ് തയ്യാറാക്കുന്നത് മൈദയും അരിപ്പൊടിയും ഉപ്പും പഞ്ചസാരയും പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ കറുത്ത എള്ളൂടെ ചേർക്കാം. ഞാൻ കറുത്ത എള്ള് ചിലപ്പോൾ ചേർക്കാറുണ്ട്. ഇന്ന് കറുത്ത എള്ളില്ലായിരുന്നു. പിന്നെ ജീരകം വേണമെങ്കിൽ ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർക്കാം. എന്നിട്ടത് നമ്മൾ കുറുകെ കലക്കി എടുക്കുക. കലക്കി എടുത്ത ശേഷം നമ്മൾ ഏത്തയ്ക്ക നൈസായിട്ട് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് മുക്കിയെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. നൈസായിട്ട് ഏത്തയ്ക്ക മുറിച്ചെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമ്പോൾ. കുട്ടികൾക്ക് 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഏത്തയ്ക്ക പഴുത്ത് ഇരിക്കുക. അധികം പഴുത്തത് കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമല്ലല്ലോ. അപ്പം പുഴുങ്ങി കൊടുത്താലും അങ്ങനെ തിന്നത്തില്ല. അപ്പം നമ്മൾ എന്നാ ചെയ്യണം, ഇതുപോലെ നല്ല മൊരിഞ്ഞ ഫ്രൈ ചെയ്ത് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂ. വീട്ടിൽ തന്നെ പഴുത്ത അപ്പോൾ നമ്മൾ കളയാതെ ആ ഏത്തയ്ക്ക എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും. നല്ല ടേസ്റ്റാണ്. നൈസായിട്ട് മുറിച്ചതായതുകൊണ്ട് വളരെ ടേസ്റ്റാണ്. ഇടയ്ക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഏത്തയ്ക്ക. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതുവരെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ മൈദാപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം. ഗോതമ്പ് പൊടി എടുത്തിട്ട് അതുപോലെ തന്നെ ഗോതമ്പ് പൊടിക്കകത്ത് കുറച്ച് അരിപ്പൊടി ഇട്ട് ഉണ്ടാക്കാം. മൈദ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും അരിപ്പൊടി കുറച്ച് സമം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ തന്നെ സെയിം ഉപ്പുപൊടിയും പഞ്ചസാരയും ജീരകമാണെങ്കിൽ ജീരകം ഇട്ട് അത് നല്ലപോലെ കുഴമ്പൻ രൂപത്തിൽ എടുത്തിട്ട് ഇതേ സെയിം രീതിയിൽ ചുട്ടെടുക്കാം. അരിപ്പൊടി ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർക്കാം. ഉള്ളതെന്താണെന്ന് വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഗോതമ്പൊടി ആണെങ്കിൽ ഗോതമ്പൊടി, പക്ഷേ ഗോതമ്പൊടിയും അരിപ്പൊടിയും കൂടി ചേർത്തുണ്ടാക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞതുപോലെ മൈദമാവും അരിപ്പൊടിയും നല്ലതാണ്. നമ്മൾ അരിപ്പൊടി ഇടുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിളക്കണം. നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല മൊരിഞ്ഞ ഏത്തയ്ക്കാപ്പം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല മൊരാന്നിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റിലായിട്ടുള്ള ഏത്തയ്ക്കാപ്പം ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മിക്കപ്പോഴും അരിപ്പൊടി ചേർത്താണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം നല്ല മൊരാന്നിരിക്കും ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കട്ടി കുറച്ച് എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് വരാം. ബായ്.